ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ട്വിൻസിൻ്റെ അമ്മയായതിനു ശേഷം ഉള്ള ആദ്യത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് പറഞ്ഞ് തുടങ്ങിയൊരു വീഡിയോ ആണ്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ജീവിതം ഇപ്പം നിയന്ത്രിക്കുന്ന ഞാനേ അല്ല, എൻ്റെ 2 കുട്ടീസാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്താനായിട്ടുള്ള പുറപ്പാടാണ് കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിച്ചു. സമയം 5 മണിയാണ്. ചേട്ടൻ രാവിലത്തെ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അറിയാലോ, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനാണ് ഇവരുടെ കെയർ ടേക്കർ. ഞാനും എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡും ഉള്ളൊരു ലോകമാണ്. 2 മാസം ആയിട്ടേ ഉള്ളൂ കേട്ടോ. ആദ്യമായിട്ടൊരു അമ്മയായതുകൊണ്ട് പല പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാനത് ആ ഒരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എഴുന്നേറ്റ് ഒരു 5 മണിക്കൊക്കെ എഴുന്നേൽക്കുമ്പോൾ അവരേതാണ്ട് ഒരു 4ാമത്തെ ഫീഡ് കഴിഞ്ഞ് ഉറങ്ങുന്ന ടൈമായിട്ടുണ്ട്. പിന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരാൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 പേരും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെന്നതിന് ഹീറ്റർ ഓൺ ചെയ്യും. കാരണം ഇപ്പോൾ ചൂടുവെള്ളത്തിലാക്കി കുളിയില്ല. കാരണം നല്ല തണവാണെന്ന് പുറത്ത്. പനിയോ ജലദോഷമോ എല്ലാം അടിച്ചു കഴിഞ്ഞാൽ പെട്ടു മക്കളെ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ കുറച്ച് ഹെൽത്തിൻ്റെ കാര്യം നന്നായിട്ട് നോക്കും. അപ്പോൾ അടുക്കളയിൽ തലേ ദിവസം തന്നെ ഞാൻ ക്ലീനാക്കി ഇടാൻ മാക്സിമം നോക്കുന്നുണ്ട്. കാരണം രാവിലെ എഴുന്നേറ്റാൽ പിന്നെ അതിനുള്ള ടൈം കിട്ടാറില്ല. പിന്നെ നാളത്തേക്ക് എന്തൊക്കെ വേണോ അതെല്ലാം തന്നെ ഞാൻ അരിഞ്ഞ് വയ്ക്കും. തേങ്ങയൊക്കെ ചിരകി വയ്ക്കും. അപ്പം ഞാനല്ല തേങ്ങയൊക്കെ ചിരകുന്നത്. അപ്പോൾ എനിക്കത് ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിളക്കൊക്കെ കൊളുത്തി നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ സമയം 6 മണിയായി കേട്ടോ. ഞാനൊന്ന് ക്ലീനൊക്കെ ആക്കിയിട്ട് വീടൊന്ന് തൂത്തിട്ട് വിളക്കൊക്കെ കത്തിച്ചപ്പോൾ ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല. ഇനി അതെല്ലാം റിമൂവ് ചെയ്യണം. സത്യം പറഞ്ഞ ചേട്ടനും ടൈമില്ല, ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതുകൊണ്ട്. വീട്ടിൽ വന്നാൽ പിന്നെ കുഞ്ഞുങ്ങളെ എനിക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് തരണം ഒക്കെ ആകുമ്പോൾ പാവത്തിനും ടൈമില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പോഴത്തെ റൊട്ടീൻ കഞ്ഞിക്ക് വെള്ളമൊന്നും വെക്കുന്നതല്ല, കുട്ടികളുടെ ബോട്ടിൽ ഫസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ എഴുന്നേറ്റു. ഞാൻ വിചാരിച്ചു പണി തീർന്നു. എന്നാലും ഞാൻ ഉറക്കി. അതിനുശേഷം വന്നിട്ട് ചേട്ടന് വേണ്ടിയിട്ട് കടല റോസ്റ്റ് ഉണ്ടാക്കി കേട്ടോ. ചേട്ടൻ ഇപ്പോൾ കുറച്ച് ഡയറ്റൊക്കെ ആയതുകൊണ്ട് ചില ഫുഡുകളാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് പാട് കരുതി പാവം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചീര ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് മീനാണ് കേട്ടോ. അപ്പോൾ മീൻ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കടല ഞാൻ നന്നായിട്ട് റോസ്റ്റ് ആക്കുകയാണ്. എന്നിട്ടിപ്പോൾ വെജീസ് എല്ലാം നന്നായിട്ട് അരിഞ്ഞ് വെച്ചു. കാരണം ചേട്ടന് വേണ്ടിയിട്ടാണ്. ക്യാരറ്റും തക്കാളിക്കും മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചൂടുവെള്ളം ഒരു വലിയ കപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം എനിക്ക് കുടിക്കാനായിട്ട്. അപ്പോഴേക്കും മോൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവളുടെ പാമ്പേഴ്സൊക്കെ ഒന്ന് മാറ്റി കിടക്കയൊക്കെ ഒന്ന് വിരിച്ചിട്ടു. അപ്പോൾ ചേട്ടനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയാണ്: ഒരു ചപ്പാത്തി, അതുപോലെ ഒരു ഓംലെറ്റ്, അത് ഒരു ബൗൾ നിറച്ചും കടല, പിന്നെ കുറച്ച് വെജീസ്. ഇതാണിപ്പോൾ കഴിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതുപോലെ ഞാനും ഇതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ എനിക്ക് പേടി ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ഫുഡ് കഴിക്കുന്നുണ്ട് ഞാൻ. അപ്പം ഒരാൾ എഴുന്നേറ്റു, അടുത്ത മോൻ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ മോന് ഞാനതൊക്കെ റോംബേഴ്സാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നൈറ്റ് റോംബർ ഇട്ട് കിടത്തിയാൽ കുറച്ച് നേരം ഉറങ്ങും. അപ്പോൾ ഞാനൊന്ന് അവനെ ക്ലീനൊക്കെ ചെയ്തിട്ട് ഒന്നും കൂടി ഉറക്കി. പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയത് ഉച്ചക്കലത്തേക്ക് ഉണ്ടാക്കാനാണ്. പിന്നെ നമ്മളിതുപോലെ അരിയൊക്കെ ഇട്ടു. പിന്നെ എല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ആവുമല്ലോ. അപ്പോൾ മോൻ വീണ്ടും എഴുന്നേറ്റുണ്ട്. അപ്പോൾ അവനെ കൊണ്ട് ഞാൻ കുറച്ച് നേരം നടന്നു. ബോറടിപ്പിക്കണേ എപ്പോഴും കുഞ്ഞിന് ഫീഡ് ചെയ്ത് ഉറക്കാതെ കുറച്ചൊക്കെ നമ്മൾ രാവിലേക്ക് ആയല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പുറത്തൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ അവൻ നന്നായിട്ട് ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഉറങ്ങുന്ന വീഡിയോ ആണ് കേട്ടോ. എന്നെ നോക്കുന്നുണ്ട്, എന്താണ് അമ്മ ചെയ്യുന്നതെന്നായിരിക്കും വിചാരിക്കുന്നത്. ഈ ടൈമിൽ എന്തായിരിക്കും ഒരു ചിന്തിക്കുക. അപ്പം അവൻ അങ്ങ് ഉറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ചീരത്തോരൻ വെച്ചു. പക്ഷേ ഉള്ളത് പറയാമല്ലോ, അട്ടാറ് ഫ്ലോപ്പായിരുന്നു എൻ്റെ ചീരത്തോരൻ. പിന്നെ മീനൊക്കെ പെട്ടെന്ന് അതിൻ്റെ ഇടയ്ക്ക് എല്ലാം അരച്ച് വയ്ക്കുന്നുണ്ട്. ചില സമയത്ത് ഇപ്പോൾ ടേസ്റ്റ് ഫുഡിന് കിട്ടുന്നില്ല. കാരണം പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ടാണോ, അതായത് പകുതി നമ്മൾ ഓഫ് ചെയ്തിട്ടിട്ടാണ് പോകുന്നത്. ഇപ്പോഴും ഞാൻ പോവാണ്. അടുത്ത കുഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ 2 പേരും ഒരുമിച്ച് എഴുന്നേറ്റ് നന്നായിട്ട് വഴക്കിടും. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ 2 പേരും ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെന്ന് നോക്കും, ചിലപ്പോൾ മിണ്ടാതെ കിടക്കുകയാണെന്ന് അറിയത്തില്ല. ഇത് കഴിഞ്ഞ് കിച്ചണെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തു. എന്നിട്ട് വീടും ഒക്കെ ഞാൻ തൂത്ത് അതുമൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഉച്ചക്കലത്തേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചീരത്തോരനുണ്ട്,
ചൂര കറി വെച്ചിട്ടുണ്ട്, പിന്നെ ചോറ്, പിന്നെ കുറച്ച് അച്ചാറും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് വീടൊക്കെ നന്നായിട്ട് ഞാൻ ക്ലീനാക്കിയിട്ടു. ഇനി ഞാനൊന്ന് ഫ്രഷപ്പായിട്ട് അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് കരയുന്നുണ്ട്. ഇനി ഫ്രഷപ്പായിട്ട് ഞാനൊന്ന് കിടന്നുറങ്ങും. കാരണം ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നതുകൊണ്ട് എനിക്ക് ഉറക്കം ശരിയായില്ല. അപ്പോൾ ഞാൻ എൻ്റെ ജോലി മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ട് ചേട്ടന് ഉച്ചയ്ക്കേ വരത്തുള്ളൂ. 10 മണിയായപ്പോഴത്തേക്കും എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു. ഇനി ഞാനൊന്ന് കിടന്ന് ഉറങ്ങാനായിട്ട് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്